ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തമിഴ് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് തമിഴ് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. മലയാളം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ തമിഴ് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇരിക്കാൻ കഴിയില്ല സൂത്രത്തോടെ സ്പോക്കൺ തമിഴ്. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ച് അറിയാൻ വരുന്ന പേജുകളിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെ പറയും? നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത ജോലികളെ തമിഴിൽ എങ്ങനെയാണ് പറയുക? ചില ജോലികൾ നടക്കാതെ പോയിട്ടുണ്ടാവാം. അത്തരം നടക്കാൻ സാധിക്കാത്ത പോയ ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെ പറയണം എന്നത് ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇരിക്കാൻ കഴിയില്ല സൂത്രം. എന്ത് സൂത്രം? ഇരിക്കാൻ കഴിയില്ല സൂത്രം. കേൾക്കാൻ നല്ല രസം, പഠിക്കാനും വളരെ എളുപ്പം. വാക്യത്തിൽ ഇരിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ അത് തന്നെ പോയിരിക്കാൻ കഴിയില്ല, വായിച്ചിരിക്കാൻ കഴിയില്ല, പഠിച്ചിരിക്കാൻ കഴിയില്ല, പാടിയിരിക്കാൻ കഴിയില്ല, സംസാരിച്ചിരിക്കാൻ കഴിയില്ല തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ രിന്തിരിക്ക മുടിയാത് എന്ന പദം ഉപയോഗിക്കണം. എന്ത് പദം? രിന്തിരിക്ക മുടിയാത് എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ എന്നവാ? ഞാൻ പോയിരിക്കാൻ കഴിയില്ല, ഞാൻ വായിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ പഠിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ പാടിയിരിക്കാൻ കഴിയില്ല, ഞാൻ സംസാരിച്ചിരിക്കാൻ കഴിയില്ല. ഞാൻ എന്നാൽ ഞാൻ. നിങ്ങൾക്കറിയാം. ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പോയിരുന്നിരിക്ക മുടിയാത്. ഞാൻ വായിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പഠിത്തിരുന്നിരിക്ക മുടിയാത്. ഞാൻ പഠിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ കற்றிருந்திருக்க മുടിയാത്. ഞാൻ പാടിയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പാടിയിരുന്നിരിക്ക മുടിയാത്. ഞാൻ സംസാരിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പേശിയിരുന്നിരിക്ക മുടിയാത്. വളരെ എളുപ്പം തന്നെയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന വാചകങ്ങൾ മാത്രം. പ്രയാസമൊന്നുമില്ല. എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവാ? ഞാൻ കഴിച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ കണ്ടിരിക്കാൻ കഴിയില്ല, ഞാൻ കെട്ടിയിരിക്കാൻ കഴിയില്ല, ഞാൻ എഴുതിയിരിക്കാൻ കഴിയില്ല, ഞാൻ നടന്നിരിക്കാൻ കഴിയില്ല. ഞാൻ എന്നാൽ ഞാൻ. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ. ഞാൻ കഴിച്ചിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ സാപ്പിട്ടിരുന്നിരിക്ക മുടിയാത്. ഞാൻ കണ്ടിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പാർത്തിരുന്നിരിക്ക മുടിയാത്. ഞാൻ കെട്ടിയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ കട്ടിയിരുന്നിരിക്ക മുടിയാത്. ഞാൻ എഴുതിയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ എഴുതിയിരുന്നിരിക്ക മുടിയാത്.
ഞാൻ നടന്നിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ നടന്നിരുക്ക മുടിയാതെ. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴ് ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? നിങ്ങൾക്കറിയാം, 6 വാചകങ്ങളുണ്ട്. അവ ഏവാ? ഞാൻ പോയിരിക്കാൻ കഴിയില്ല, ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല, നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല, അവൻ പോയിരിക്കാൻ കഴിയില്ല, അവൾ പോയിരിക്കാൻ കഴിയില്ല, അവർ പോയിരിക്കാൻ കഴിയില്ല. ഇവിടെയുള്ള വാചകങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതുതന്നെയാണ് ഈ സൂത്രത്തിന്റെ ലക്ഷ്യവും. ഞാൻ എന്നാൽ ഞാൻ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ പോയിരുന്നിരിക്ക മുടിയാതെ. ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ പോയിരുന്നിരിക്ക മുടിയാതെ. ഞങ്ങൾ എന്നാൽ നാങ്കൾ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ പോയിരുന്നിരിക്ക മുടിയാതെ. ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ നാങ്കൾ പോയിരുന്നിരിക്ക മുടിയാതെ. നിങ്ങൾ എന്നാൽ നീങ്കൾ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ പോയിരുന്നിരിക്ക മുടിയാതെ. നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ നീങ്കൾ പോയിരുന്നിരിക്ക മുടിയാതെ. അവൻ എന്നാൽ അവൻ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ പോയിരുന്നിരിക്ക മുടിയാതെ. അവൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ അവൻ പോയിരുന്നിരിക്ക മുടിയാതെ. അവൾ എന്നാൽ തമിഴിൽ അവൾ തന്നെ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ പോയിരുന്നിരിക്ക മുടിയാതെ. അവൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ അവൾ പോയിരുന്നിരിക്ക മുടിയാതെ. അവർ എന്നാൽ തമിഴിൽ അവർകൾ, പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ പോയിരുന്നിരിക്ക മുടിയാതെ. അവർ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ അവർകൾ പോയിരുന്നിരിക്ക മുടിയാതെ. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ ഞാൻ പോയിരുന്നിരിക്ക മുടിയാതെ. ഞങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ നാങ്കൾ പോയിരുന്നിരിക്ക മുടിയാതെ. നിങ്ങൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ നീങ്കൾ പോയിരുന്നിരിക്ക മുടിയാതെ. അവൻ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ അവൻ പോയിരുന്നിരിക്ക മുടിയാതെ. അവൾ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ അവൾ പോയിരുന്നിരിക്ക മുടിയാതെ. അവർ പോയിരിക്കാൻ കഴിയില്ല എന്നാൽ തമിഴിൽ അവർകൾ പോയിരുന്നിരിക്ക മുടിയാതെ. എളുപ്പം തന്നെയല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാചകങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാചകങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ഇരുന്നിരിക്ക മുടിയാതെ സൂത്രത്തിന്റെ സഹായത്തോടെ തമിഴിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്നത് മനസ്സിലാക്കി. അതേപോലെ ഇരുന്നിരിക്ക മുടിയാതെ സൂത്രം വഴിയായി തമിഴിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് കഴിയും. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ഇരുന്നിരിക്ക മുടിയാതെ സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.